ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹിക്കുവാനും പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും വേണ്ടി ഒരു നോമ്പുകാലം കൂടി ഇതാ സമാഗതമായിരിക്കുന്നു. നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് സ്നാപക യോഹന്നാന്റെ രക്തസാക്ഷിത്വത്തെയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ സഹിക്കേണ്ടി വരുന്ന വിലയെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ധൈര്യപൂർവ്വം തെറ്റിനെ ചൂണ്ടിക്കാണിച്ച സ്നാപക യോഹന്നാന്റെ ജീവിത സാക്ഷ്യവും ഭീരുവായ ഭരണാധികാരിയുടെ തീരുമാനവും ഹെരോദ്യയുടെ പ്രതികാര ബുദ്ധിയും മകളുടെ പ്രവർത്തനങ്ങളും ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടി വരുമ്പോൾ എന്തു വില കൊടുക്കേണ്ടി വന്നാലും ദൈവഹിതത്തിനു വേണ്ടി ജീവൻ വെടിയാൻ പോലും മടിക്കരുതെന്ന സന്ദേശമാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. സ്നാപക യോഹന്നാൻ തികച്ചും സത്യത്തിന് പ്രവാചകനായിരുന്നു. ലോകത്തിനു മുമ്പിൽ വിട്ടുവീഴ്ച കൂടാതെ സത്യം വിളിച്ചു പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഹെരോദ്യയുടെ പ്രതികാരം സ്നാപക യോഹന്നാന്റെ ജീവനെടുത്തു. ഈ നോമ്പുകാലം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്റെ ജീവിതത്തിൽ എവിടെയാണ് സത്യം മൗനമാക്കപ്പെടുന്നത്? സ്നാപക യോഹന്നാൻ സത്യത്തിനു വേണ്ടി തന്റെ ജീവൻ കൊടുത്തു. അദ്ദേഹം നമ്മോട് പറയുന്നുണ്ട്: പാപത്തെ നേരിടുക, സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, ക്ഷമയും പശ്ചാത്താപവും സ്വീകരിക്കുക. ഈ നോമ്പുകാലം ഒരു ആത്മീയ യാത്രയാണ്, ക്രൂസിലേക്കുള്ള യാത്ര. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സത്യത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു തുറന്ന ഹൃദയം തരണമേന്ന്, സത്യത്തെ സ്വീകരിക്കുവാനുള്ള വിനയം തരണമേന്ന്, സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനുള്ള ധൈര്യം തരണമേന്ന്.